ഗുഡ് മോർണിംഗ് ട്രേഡേഴ്സ്, ഗുഡ് മോർണിംഗ് ഇൻവെസ്റ്റേഴ്സ്. എല്ലാവർക്കും ആദ്യമായിട്ടൊരു ശുഭദിനം നേരുന്നു. നമ്മൾ മാർക്കറ്റിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് കണ്ടത്. ഈ യുദ്ധം അവസാനിച്ചതിനെ തുടർന്ന് ഏകദേശം 900 പോയിന്റ് റാലി രേഖപ്പെടുത്തിയ നിഫ്റ്റിയിൽ ഇന്നലെ നല്ലൊരു പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു. ഇതിൻ്റെ പ്രധാന റീസൺ നമ്മൾ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഇന്നലെ FIIs നെറ്റ് സെല്ലേഴ്സ് ആയിരുന്നു. ചെറിയ തോതിലാണ് അവർ സെല്ല് ചെയ്തത്. 447 കോടി രൂപയ്ക്ക് സെല്ല് നടത്തിയിട്ടുണ്ട്. FIIs 4000 സംതിങ് കോടി രൂപയ്ക്ക് ബൈയിങ് നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ റീറ്റെയിലേഴ്സിൻ്റെ ഭാഗത്തുനിന്നുള്ള പ്രോഫിറ്റ് ബുക്കിംഗ്, FIIസിൻ്റെ ഭാഗത്തുനിന്നുള്ള പ്രോഫിറ്റ് ബുക്കിംഗ് കാരണമാണ് ഇന്നലെ മാർക്കറ്റ് ഒരു ഡൗൺ ട്രെൻഡിലേക്ക് പോയിട്ടുള്ളത്. ഡൗൺ ട്രെൻഡ് എന്ന് പറയാൻ സാധിക്കില്ല, പ്രോഫിറ്റ് ബുക്കിങ്ങിലേക്ക് പോയിട്ടുള്ളത്. എല്ലാ ആളുകളും ഇന്നലെ കീനായിട്ട് വാച്ച് ചെയ്ത ഒരു കാര്യം US നിന്നുള്ള ഇൻഫ്ലേഷൻ ഡേറ്റയാണ്. ഇൻഫ്ലേഷൻ ഡേറ്റ US നിന്ന് പോസിറ്റീവായ രീതിയിൽ വന്നു. 2021 ശേഷമുള്ള ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള ഇൻഫ്ലേഷൻ 2.3% ആണ് US നിന്ന് ഇൻഫ്ലേഷൻ ഡേറ്റ വന്നത്. പക്ഷേ US മാർക്കറ്റ് മിക്സഡ് ആയ ഒരു അവസ്ഥയിലാണ് ക്ലോസ് നടത്തിയത്. കാരണം മൈക്രോസോഫ്റ്റ്, ലോകത്തിലെ ഏറ്റവും IT കമ്പനിയായിട്ടുള്ള മൈക്രോസോഫ്റ്റ് അവിടുത്തെ തൊഴിലാളികളെ ലേ ഓഫ് ചെയ്യാനായിട്ട്, ആളുകളെ പിരിച്ചുവിടാനായിട്ടുള്ളൊരു തീരുമാനം എടുത്തിട്ടുണ്ടെന്നുള്ള ന്യൂസാണ് ഇന്നലെ US മാർക്കറ്റിന് നല്ലൊരു ഇൻഫ്ലേഷൻ ഡേറ്റ ആയിരുന്നിട്ട് കൂടിയും റാലി രേഖപ്പെടുത്താൻ പറ്റാതിരുന്നത്. ചെറിയൊരു സൗണ്ടിൻ്റെ ഡിസ്റ്റർബൻസ് ഉണ്ടല്ലേ, മെട്രോയുടെ വർക്ക് നടക്കുന്നുണ്ട്, അതുകൊണ്ടാണ്. നിഫ്റ്റി ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഒരു പോസിറ്റീവ് ഓപ്പണിംഗ് തന്നെയാണ്. ഇന്നലത്തെ ക്ലോസിങ്ങിൽ നിന്നും പോസിറ്റീവ് ഓപ്പണിംഗ് ആണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ കുറച്ച് സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാതിന് മുമ്പ് ഗ്ലോബൽ മാർക്കറ്റ് ഒന്ന് കാണാം. നാസ്ഡാക്ക് 300 പോയിന്റ് അപ്പ്, ഡോ 269 പോയിന്റ് മൈനസ്, FTSE CAC 40 ഡാക്സ് യൂറോപ്യൻ മാർക്കറ്റാണ് മിക്സഡ് ആയ രീതിയിൽ, പൊതുവെ പോസിറ്റീവായ രീതിയിൽ ക്ലോസ് നടത്തി. ഇന്ത്യ വിക്സ് ഇന്നലെ 1% വീണ്ടും ഫർദറായിട്ട് ഫോളോ ചെയ്ത് 18 ഡോ ഫ്യൂച്ചർ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് ഫ്ലാറ്റാണ്. ജപ്പാൻ മാർക്കറ്റ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് നെഗറ്റീവാണ്. ഇന്നലെ റാലി രേഖപ്പെടുത്തിയിരുന്നു. കോസ്പി, കൊറിയ, ഷാങ്ഹായ്, ചൈന എല്ലാം തന്നെ ഫ്ലാറ്റാണ്. ഓസ്ട്രേലിയ 16 പോയിന്റ് നെഗറ്റീവാണ്, ഫ്ലാറ്റാണെന്ന് പറയാൻ സാധിക്കും. ഗോൾഡും ഫ്ലാറ്റാണ്. ഏറ്റവും ടോപ്പിലേക്ക് പോവുകയാണെങ്കിൽ ബിറ്റ്കോയിൻ 1527 ഡോളർ ഉയർന്നിട്ടുണ്ട്. ബിറ്റ്കോയിൻ ഓൾമോസ്റ്റ് 24 അവർ ട്രേഡ് ചെയ്യുന്നുണ്ട്. 1,3941 ആണ് ഇപ്പോൾ ബിറ്റ്കോയിൻ്റെ സ്പോട്ട് ഇപ്പോൾ ഉള്ളത്. മാറ്റങ്ങൾ ഉണ്ടായേക്കാം. അപ്പോൾ ഇതാണ് ഓവറോൾ മാർക്കറ്റ് ട്രെൻഡ്. ഗ്ലോബൽ മാർക്കറ്റ് ഒരു റാലിക്ക് ശേഷം ഒന്ന് വിശ്രമിക്കുകയാണ്. ഇന്ത്യൻ മാർക്കറ്റ് ഇന്നലെ വലിയൊരു വിശ്രമം കഴിഞ്ഞു. നിഫ്റ്റി സ്ലൈറ്റ്ലി പോസിറ്റീവായ രീതിയിലൊക്കെയാണ് നമുക്ക് ഓപ്പൺ കാണിക്കുന്നത്. എത്രമാത്രം ഉണ്ടാകുമെന്ന് അറിയാൻ സാധിക്കില്ല. നിഫ്റ്റി ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഒരുപാട് കമ്പനീസിൻ്റെ റിസൾട്ടുകളിലൊക്കെ തന്നെ വരുന്നുണ്ട്. അതെല്ലാം തന്നെ നമ്മുടെ റിസൾട്ട് കറണ്ട് ടാബിൽ ലഭ്യമാണ്. HILൻ്റെ റിസൾട്ട് ഉണ്ട്, ഐഷർ മോട്ടോഴ്സിൻ്റെ റിസൾട്ട് ഉണ്ട്, അപ്പോളോ ടയേഴ്സ്, ബർജർ പെയിൻറ്റ്, ടോറൻറ്റ് പവർ തുടങ്ങിയ ഇൻഡെക്സ് ഹെവി വെയിറ്റ് സ്റ്റോക്കുകളുടെ റിസൾട്ട് ഇന്നുണ്ട്. കുറച്ച് സ്റ്റോക്കുകളുടെ വാർത്തകൾക്ക് പോകാം. ഇത് ബൈസെൽ റെക്കമെൻഡേഷൻ അല്ല. എയർടെൽ കമ്പനി നെറ്റ് പ്രോഫിറ്റ് ഓൾമോസ്റ്റ് ഡബിൾ ആയിട്ടുണ്ട്, ഡബിൾ വർദ്ധിച്ചു. 11,022 കോടി രൂപ കരസ്ഥമാക്കി. റവന്യൂ 27% കരസ്ഥമാക്കി, 27% ഉയർന്നു. കമ്പനി 16 രൂപ ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ട് എന്നുള്ള ന്യൂസ്. ടാറ്റ മോട്ടോഴ്സ് ഇവരുടെ നെറ്റ് പ്രോഫിറ്റ് 51% ഇയർ ഓൺ ഇയറിൽ കുറവുണ്ടായിട്ടുണ്ട്. 8,470 കോടി രൂപയാണ് പ്രോഫിറ്റ് കരസ്ഥമാക്കിയത്. 6 രൂപ ഡിവിഡൻഡ് പ്രഖ്യാപിച്ചു. ഭാരതി എക്സാകോം കമ്പനി നെറ്റ് പ്രോഫിറ്റ് 110% ഇയർ ഓൺ ഇയർ ഉയർന്നു. നെറ്റ് പ്രോഫിറ്റ് 4,468 കോടി രൂപ കരസ്ഥമാക്കി. സൈമൻസ് കമ്പനി നെറ്റ് പ്രോഫിറ്റ് 27% ഇയർ ഓൺ ഇയർ ഡിക്ലൈൻ ചെയ്തു. 582 കോടി രൂപയാണ് പ്രോഫിറ്റ് കരസ്ഥമാക്കിയത്. ഗാർഡൻ റീഡ് ഷിപ്പ് ബിൽഡേഴ്സ് കമ്പനി 118% നെറ്റ് പ്രോഫിറ്റിൽ വർധനവ് രേഖപ്പെടുത്തി. 244 കോടി രൂപയാണ് പ്രോഫിറ്റ് കരസ്ഥമാക്കിയത്. മെട്രോപോളിസ് ഹെൽത്ത് കെയർ ഇവർ ചെയിൻ ഡയഗ്നോസ്റ്റിക് കമ്പനിയാണ്. നെറ്റ് പ്രോഫിറ്റ് 19% ഇയർ ഓൺ ഇയറിൽ കുറവാണ് ഈ തവണ ഉണ്ടായിട്ടുള്ളത്. 36 കോടി രൂപയിൽ നിന്ന് 29 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് കുറഞ്ഞു. ITD സെമന്റേഷൻ കമ്പനി നെറ്റ് പ്രോഫിറ്റ് 27% ഉയർന്നു. 113 കോടി രൂപ കരസ്ഥമാക്കി. ഹണിവെൽ കമ്പനി നെറ്റ് പ്രോഫിറ്റ് 6% ഇടിഞ്ഞു. എന്നാൽ റവന്യൂ 17% ഉയർന്നു. കമ്പനി 105 കോടി രൂപ ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ട്. VIP ഇൻഡസ്ട്രീസ് ഇന്ത്യയിലെ ലാർജസ്റ്റ് ലഗേജ് മാനുഫാക്ചറിങ് കമ്പനിയാണ്. നെറ്റ് ലോസാണ് കമ്പനി ഉണ്ടാക്കിയിട്ടുള്ളത്. കഴിഞ്ഞ തവണയും ലോസായിരുന്നു. കഴിഞ്ഞ തവണ 23 കോടി രൂപ ലോസ്, ഈ തവണ 27 കോടി രൂപ ലോസ്. ASK ഓട്ടോ കമ്പനി
ഇവർ 20% ഇയർ ഓൺ ഇയർ നെറ്റ് പ്രോഫിറ്റിൽ വർധനവ് രേഖപ്പെടുത്തി. ഡാൽമിയ ഭാരത് ഷുഗർ കമ്പനി നെറ്റ് പ്രോഫിറ്റ് 126% ഉയർന്ന് 206 കോടി രൂപ കരസ്ഥമാക്കി. ശ്രീറാം ഫിനാൻസ്, ഫിച്ച് എന്ന് പറയുന്ന റേറ്റിംഗ് ഏജൻസി ശ്രീറാം ഫിനാൻസിനെ റേറ്റിംഗ് അപ്ഗ്രേഡ് ചെയ്തു എന്നുള്ള ന്യൂസ്. ഇൻഡിഗോ കമ്പനി ഇവരുടെ എയർപോർട്ടിൽ നിന്നുള്ള സർവീസ് ഇന്ന് തുടങ്ങും. മണാലി പെട്രോ കമ്പനി 1 കോടി രൂപയിൽ നിന്ന് 10 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തി. മാക്സ് ഫിനാൻസ് കമ്പനി 44 കോടി രൂപ ലോസിൽ നിന്ന് 31 കോടി രൂപ പ്രോഫിറ്റ് ഉയർത്തിയിട്ടുണ്ട്. വൈകിട്ട് 7 മണിക്ക് പോസ്റ്റ് മാർക്കറ്റ് ന്യൂസായിട്ട് എത്താം. ചാനലെല്ലാം നിങ്ങളുടെ ട്രേഡിംഗ് സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. താങ്ക് യു ഓൾ.